ഹലോ ഗായ്സ്, സുഖം തന്നല്ലേ? ഞാനിന്ന് ടിബിലിസിയിലെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. അതിനായി സിറ്റി വിട്ട് കുറച്ച് ഉള്ളിലോട്ട് പോകേണ്ടതുണ്ട്. ഇവിടെ സമ്മർ സീസൺ സ്റ്റാർട്ട് ചെയ്തു. ചെറിയ ചൂടൊക്കെ പുറത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ടൂറിസ്റ്റ് അട്രാക്ഷൻ ഒരു ഹിൽ ടോപ്പിലാണ്. ഇതിൻ്റെ പേരാണ് ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ. കുറേ സ്റ്റെപ്പുകൾ കയറി വേണം മുകളിലോട്ട് പോകാനായിട്ട്. ഇവിടെ ഒരു ബുക്കിൻ്റെ പേജിൽ കൊത്തിവെച്ച പോലെ കുറച്ച് ഇൻഫോർമേഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്നതിന് മുമ്പായി രണ്ട് സൈഡിലായി ഓരോരോ പില്ലറുണ്ട്. രണ്ടും വ്യത്യസ്തമാണ്. നമുക്കിനി ക്രോണിക്കിൾസ് ഓഫ് ജോർജിയൻ്റെ ഫുൾ വ്യൂ കാണാം. ഇത് പല പേരിലായിട്ട് ഇവിടെ അറിയപ്പെടുന്നുണ്ട്. സ്റ്റോൺ മോണ്യുമെൻ്റ് എന്നും പറയാറുണ്ട്, സ്റ്റോൺ ഹെഞ്ച് എന്നും പറയാറുണ്ട്, മെമ്മോറിയൽ ഓഫ് ജോർജിയ എന്നും പേരിലും അറിയപ്പെടാറുണ്ട്. കുറേ ഇൻഫർമേഷനൊക്കെ ജോർജിയൻ ഭാഷയിൽ അവിടെ കൊത്തി വെച്ചിട്ടുണ്ട്. നടക്കുന്ന വഴിയിലൊക്കെ നമുക്കത് കാണാം. ഇവിടെ 16 പില്ലറുകളുണ്ട്. ഏകദേശം 30 to 35 മീറ്റർ ഹൈറ്റുമുണ്ട്. ഇതൊരു കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് നല്ല വ്യൂ ആണ്. ഇതിലെ താഴത്തെ കൊത്തുപണികളിൽ നമുക്ക് ജീസസ് ക്രൈസ്റ്റിൻ്റെ ജീവിതകഥകൾ കാണാം. മുകൾ ഭാഗത്ത് ജോർജിയൻ കിങ്ങും ക്യൂനിൻ്റെയും ഒക്കെ ചിത്രങ്ങളാണ് കാണുന്നത്. ഇതെല്ലാം വളരെ അട്രാക്റ്റീവായിട്ടുള്ള സീനുകളാണ്. നിറയെ ടൂറിസ്റ്റുകളെയും അന്നവിടെ കണ്ടിരുന്നു. ഇവിടെ നിൽക്കുമ്പോൾ നമ്മളൊക്കെ വളരെ ചെറിയ ആളുകളായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇത് എത്ര ഹൈറ്റ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ എൻഗ്രേവ് ചെയ്തിരിക്കുന്നത് ജോർജിയൻ കിങ് ആൻഡ് ക്യൂനിൻ്റെ ഡീറ്റെയിൽസുകളാണ്. ഓരോ വർഷങ്ങളും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ബ്രോൺസും സ്റ്റോണും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ ഒന്ന് കാണാം. അവിടെ ഒരു ചെറിയൊരു പള്ളിയെല്ലാം ഉണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്കൊരു സീ വ്യൂ കിട്ടും. താഴെ റോഡിലൂടെ പോകുന്ന വണ്ടികളൊക്കെ നമുക്ക് കാണാം. സീ വ്യൂ ഉണ്ട്. അതിൽ ബോട്ട് എല്ലാം പോകുന്നത് കാണാം. ഒരു ഡ്രോൺ വ്യൂ പോലെ നമുക്കത് ഫീൽ ചെയ്യുകയുള്ളൂ. അത്ര മനോഹരമായിരുന്നു ഇവിടുത്തെ ദൃശ്യങ്ങൾ. ഇതൊരു ഹിൽ ടോപ്പ് വ്യൂ ആണ്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ടാണ് തോന്നുന്നത്. ഇനി വേറെ ഒരു ഡയറക്ഷനിൽ നിന്നുള്ള ടോപ്പ് വ്യൂ ആണത്. ഇവിടെ നിങ്ങൾക്ക് നഗരപരിസരം മുഴുവൻ കാണാൻ പറ്റും. ഇനി നമ്മൾക്ക് പള്ളിൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം. നല്ല മനോഹരമായ പെയിൻറ്റിങ്സ് എല്ലാം ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും.
എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യണേ. ഇനി ഇതിൻ്റെ മുൻവശത്ത് നിന്നാലുള്ള പനോരമിക് വ്യൂ ഓഫ് ദ സിറ്റി നമുക്കൊന്ന് കാണാം. സമ്മർ സീസണിൽ ഇതിന് ഇത്ര ഭംഗിയാണെങ്കിൽ വിൻ്റർ സീസണിൽ നമുക്കൊന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ജോർജിയയിൽ വരികയാണെങ്കിൽ ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ നിങ്ങളുടെ ഐറ്റിനറിയിൽ ഇൻക്ലൂഡ് ചെയ്യണേ. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനി പുതിയ വീഡിയോയുമായി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.